പ്ലസ് എപ്പിസോഡ് കൂടെ റിയാക്ട് ചെയ്യണേ ചേട്ടാ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 88 പ്ലസ് എപ്പിസോഡിന്റെ റിയാക്ഷൻ ചെയ്യാതിരിക്കാൻ പറ്റുമോ? മോർണിംഗ് ആക്ടിവിറ്റി. അപ്പൊ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസ് വീട്ടിലെ 2 വ്യക്തികളെ പറ്റി അവരുടെ 5 സവിശേഷതകൾ പറഞ്ഞ് അവരെ പുകഴ്ത്തുക. സവിശേഷതകൾ വെളിപ്പെടുത്തുന്ന 5 വാക്കുകൾ മാത്രമാണ് പറയേണ്ടത്. അപ്പൊ മോർണിംഗ് ആക്ടിവിറ്റി വായിച്ച നോറ തന്നെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. നോറ ആദ്യം എടുത്തത് ഋഷിനെയാണ്. ഋഷിനെ പറ്റി ഒന്ന് ബ്രേവ് ആണ്. ബ്രേവാ ഋഷിയാ? ബാക്കി എന്തൊക്കെയോ പറഞ്ഞതിലൊന്നും വലിയ കാര്യമില്ല. രണ്ടാമത് നോറ പറഞ്ഞത് ജാസ്മിനെ പറ്റിയാണ്. ജാസ്മിനെ പറ്റി പറ. ജാസ്മിനെ പറ്റി പറയാം. സെൽഫിഷ് ആണ്. സെൽഫിഷ്, സ്വാഭാവികം. ഫാമിലി പേഴ്സൺ ആണ്. ജാസ്മിൻ ഇങ്ങനെ കുനിഞ്ഞിരിക്കാം, ദേഷ്യം വന്നിട്ടാന്ന് തോന്നുന്നു. ശ്രീധുവിനെ പറ്റി പറയാം. അർജുൻ വന്നു. ഇവൻ ആരെ പറ്റിയാ പറയാൻ പോണേന്ന് നമുക്കറിയാലോ. ശ്രീധു ഫസ്റ്റ് വൺ ടാലന്റഡ് ആണ്. ടാലന്റാ? ഓ, ഫൺ ആൻഡ് ചൈൽഡിഷ് ആണ്. ഫൺ ആൻഡ് ചൈൽഡിഷ്. കെയറിംഗ് ആണ്. കെയറിംഗ് ആയിരിക്കുമല്ലോ. ലവബിൾ, ട്രസ്റ്റബിൾ. ബിഗ് ബോസ് ഇതൊന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല, മാറ്റിയത്. ഞാൻ സിജോയ് പറയും. സ്ട്രോങ് ആണ്, ബോൾഡ് ആണ്, മെച്യൂർഡ് ഇനഫ് ആണ്. ഞാനാ ഇതൊക്കെ എന്ത്? അഭിഷേക് കഴിവുള്ളവനാണ്. റൊമാൻറ്റിക്. ഓ, റൊമാൻറ്റിക്കാ? എപ്പ നിന്നോടാണ് റൊമാൻസ് കാണിച്ചേ? ഗെയിമറാണ്. അതെ, വാഴ ഗെയിമർ. ഹാൻസം ആണ്. ഓ, ഹാൻസ് അല്ല, അവൻ ശംഭു ആണ്. ഞാൻ മരിച്ച്. വയ്യെങ്കി വല്ല ആശുപത്രി പോടേ. പ്രാക്ടിക്കലാണ്. സിജോ പ്രാക്ടിക്കല്. അപ്പൊ തിയറി ആരാ? ഗെയിമറാണ്. സെൽഫിഷ് ആണ്. ടോക്കറ്റീവ് ആണ്. സിജോ ആ സെൽഫിഷ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കൊള്ളടാ, എന്നെ നന്നായിട്ട് നീ പൊക്കി. തമാശക്കാരൻ. ഇവനപ്പ തമാശ പറഞ്ഞു. കൂർമ്മബുദ്ധി. കുബുദ്ധിയല്ല, കൂർമ്മബുദ്ധി. കുബുദ്ധി കഴിഞ്ഞ പിന്നെ വരേണ്ടത് കൂർമ്മബുദ്ധിയാണ്. റോക്കി ബായ് അങ്ങനെ പറയാറ്. മാനിപ്പുലേറ്റർ ആണ്. പിഞ്ച് ഹൃദയമുണ്ട്. ഡിസിഷൻ മേക്കർ ആണ്. ജിൻഡോ. ഇതിന്റെ അർത്ഥം കൂടി ഒന്ന് പറഞ്ഞുതരോ? വാചകം. സംസാരം. ഞാനാ ടാലന്റഡ്. പേഷ്യൻസ്. കോൺഫിഡൻസ്. ഡിസിഷൻ മേക്കർ. ഇവൻ എന്ത് ഡിസിഷൻ എടുത്തേടാ? എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഡിസിഷൻ എടുത്ത എന്താന്ന്. ലോലനാണ്. അങ്ങനെ ഉദ്ദേശിച്ച ഋഷി. ഞാനൊരു ലോലനായി പോയി, എന്ത് ചെയ്യാൻ പറ്റും? മാനിപ്പുലേറ്റർ ആണ്. നല്ല ഗെയിമറാണ്. നല്ല ഗെയിമർ. കള്ളനാണ്. പാവമാണ്. പിന്നെ സ്നേഹമുള്ളതാണ്. അത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ. അർജുനെ പറയാം. അർജുനെ പറ. തമാശക്കാരനാണ്. ഇവൻ പറയുന്ന തമാശ നമ്മൾ കേട്ടിട്ടില്ലല്ലോടെ. സ്നേഹിക്കുന്നവരോട് ഭയങ്കര ജെനുവിൻ ആണ്. അതാ ശ്രീതു മാത്രമല്ലല്ലോ, വേറെ ആരെയാണ് സ്നേഹിക്കുന്നത്? കള്ളനാണ്. അറിയാലോ, അത് മതി. കേട്ടില്ലേ പ്രേക്ഷകരെ? വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ്. ഇന്നലത്തെ എപ്പിസോഡിലോ വൈകുന്നേരം ഇതൊക്കെ ഉൾട്ട പറയും, അതാണ് കോമഡി. നിഷ്കളങ്കനാണ്. ഞാൻ നിഷ്കളങ്കൻ. നിഷ്കളങ്കന ഞാനാ? റൊമാൻറ്റിക് പേഴ്സൺ ആണ്. ഇവൻ എപ്പോഴേ റൊമാൻസ് കാണിച്ചേ? സ്നേഹിക്കാൻ മനസ്സുള്ള ഒരുത്തനാണ്. അതെന്ത് പുച്ഛത്തിലാടി ജാസ്മിൻ നീ പറഞ്ഞു? അത് കേൾക്കണവർക്ക് തന്നെ അത് മനസ്സിലാകുന്നോണെന്ന്. അഭിഷേക് നല്ല നല്ല ഗെയിമറാണ്. എന്റെ ചേട്ടൻ അഭിഷേകിനെ പറ്റിയാണ് പറയണത്. ജെന്റിൽമാൻ ആണ്. ജെന്റിൽമാൻ. താങ്ക് യു. ഓ, ജെന്റിൽമാൻ ആണ്. നല്ല പ്രാസംഗികനാണ്. പ്രാസംഗികൻ. പ്രാസംഗികൻ. ഓക്കെ. നല്ല കാഞ്ഞ ബുദ്ധിയുള്ള ആളാണ്. കാഞ്ഞു പോയി. അത് ഇടിയിട്ടിപ്പോ കാഞ്ഞു പോയി. ഫ്രണ്ട്ലി ആണ്. മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയ ആളാണ്. അത് സത്യം. പേഴ്സണൽ സ്പേസിൽ കയറി അറ്റാക്ക് ചെയ്യുന്ന ആള് ജെന്റിൽമാൻ ആണ്. മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു. നമ്മുടെ നോറയാണല്ലോ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നോറ ഇത് കൊണ്ടേ തിരിച്ചു വെച്ചിട്ട് ക്യാമറ നോക്കി പറയാ, മറ്റൊരാളുടെ പേഴ്സണൽ സ്പേസിൽ കൈ കടത്തുന്നവനാണ് ജെന്റിൽമാൻ. നിങ്ങൾ ഇത് കേൾക്കണം പ്രേക്ഷകൻ. ഞാൻ ആദ്യമായിട്ട് അറിയുന്ന ന്യൂ ഇൻഫർമേഷൻ. ഇന്നലെ താക്കോല് തട്ടിപ്പറിച്ച് വാങ്ങിച്ചതിന് അഭിഷേകിനെ നോറ നോട്ടിട്ടുണ്ട്. പൊസസീവ് അല്ല, ടോക്സിക് ടോക്സിക് ടോക്സിക്. ഇതൊക്കെ ഇത്തിരി ഓവറല്ലേ? നിർത്തിക്കൂടെ? തമിഴ് പറയും, പൊറാമൈ പറയും, മലയാളത്തിൽ എന്തോ. ഈ പൊസസീവ് ഉള്ള ആൾക്കാരെയാണ് നമ്മള് കുറച്ചും കൂടി പൊസസീവ്നെസ് കൂടുമ്പോഴാണ് അതിന് ടോക്സിക് എന്ന് പറയാ. നിനക്ക് ടോക്സിക്കും പൊസസീവും തിരിച്ചറിയാറായിട്ടില്ല ശ്രീതു. ജെല്ലസ്, എന്നിട്ടുണ്ടാക്കണേ പൊറാമൈ. എന്തെങ്കിലും ആവട്ടെ. എനിക്ക് ഈ ഭാഗം കണ്ടെങ്കിൽ സ്കിപ്പ് അടിച്ച് കളത്. 3:25. അപ്പൊ വൈകുന്നേരമായി. അപ്പൊ നമ്മുടെ മെയിൻ എപ്പിസോഡ് കാണാത്തവർ കണ്ടിട്ട് വരിക. ലിങ്ക് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ട്. എന്താണ് ജാസ്മിന്റെ കണ്ടീഷൻ? എന്താ? വളരെ ക്രിട്ടിക്കൽ. ഇന്നത്തെ നാട്ടുരാജാവ് ടാസ്ക് കഴിഞ്ഞപ്പോ ജാസ്മിനായിട്ട് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാണാൻ താല്പര്യമുള്ളവരെ കാണാൻ പറഞ്ഞത്. അപ്പൊ ജാസ്മിന്റെ കണ്ടീഷൻ അന്വേഷിക്കുകയാണ് നമ്മുടെ നോറ.
ഓക്കെ ആയോ? നോറയ്ക്ക് ഓക്കെ ആയോ? ആര്? എനിക്ക് എന്താ പ്രശ്നം? ജാസ്മിൻ ബി ലൈക്ക് അതിന് എനിക്കെന്ത് കുഴപ്പം ഓക്കെ ആവാൻ? എടാ ഞാനൊരു ആസ് എ ക്യാപ്റ്റൻ ചോദിച്ചതാ. നോറ അല്ല, ഞാനൊരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ ജസ്റ്റ് ചോദിച്ചതാണ്. ജാസ്മിൻ, നീ എന്തിനാണ് എന്റെ കാര്യം അന്വേഷിക്കുന്നത്? ക്യാപ്റ്റൻ എന്റെ കാര്യം അന്വേഷിക്കണ്ട. ആസ് എ ക്യാപ്റ്റൻ ആരും നോക്കിയാ പോരെ? അല്ല നോറ ബി ലൈക്ക് എനിക്ക് എന്തിന്റെ കേടാണ് ഇവളുടെ അടുത്തൊക്കെ പോയി സംസാരിക്കാൻ? ഒരു ആവശ്യമില്ല. വെരി നോർമൽ ആയിട്ട് ഒരു കാര്യം. നീ ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ആണ്. നോറ, നീ എന്തിനാണ് എന്റെ മെക്കിട്ട് കയറണ? സിജോന്റെ അടുത്ത് തീർക്കാൻ പറ്റത് എന്റെ മെക്കിട്ട് തീർക്കണെന്തിനാ? ഞാൻ നിന്നോട് സുഖമാണോ എന്ന് ചോദിച്ചല്ലോ. നിനക്ക് ആണെങ്കിൽ ആണെന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാം. ബാജാരൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല പിന്നെ പറയാൻ താല്പര്യമില്ല. താല്പര്യമില്ല. മൂന്നാം ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഞങ്ങൾ കാണാൻ ഒരു അഭിഷേക, ഫ്രണ്ട്ഷിപ്പ് ബോണ്ടല്ല, ഫ്രണ്ട്ഷിപ്പ് ബോംബ്. ചോദിക്കണ്ടേ ഈ വരണ്ട. ചേട്ടൻ പറഞ്ഞത് നിങ്ങളുടെ ഒരുമിച്ച് കുളിക്കാൻ പോകുന്നത് അല്ലടേ, ജാസ്മിൻ ഡെയിലി കുളിക്കാറില്ലല്ലോ, പിന്നെ എങ്ങനെയാ രഹസ്യം കൈമാറുന്നേ? അങ്ങേര് മാറി. അങ്ങേര് ഇപ്പൊ അങ്ങനെ പറയാ. ചോദിച്ചു ജിൻഡോ മാറിയെന്ന് നോറ. ജിൻഡോ, ഈശ്വര പണി പാളി, ഞാൻ വെച്ച അപ്പ് തിരിച്ചു വരുന്നു. നോറ, ഈ ബിഗ് ബോസ് വീട്ടിൽ ഇനി നമുക്ക് നമ്മുടെ നോറാത്തയുടെ സെൽഫ് മോട്ടിവേഷൻ കേട്ടിട്ട് വരാം. എങ്ങനെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അറിയില്ലേ പറയണ്ടട്ടാ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷം. ആ അപ്പൊ പറയണ്ട. ഞാൻ കുറച്ച് കോൺഫിഡൻസ് കുറവുള്ള ആൾ തന്നെയായിരുന്നു. എന്നിട്ട് ഇപ്പൊ കോൺഫിഡൻസ് ഉണ്ടോ? ആളുകൾ അക്സെപ്റ്റ് ചെയ്യോ? എന്നെ പുറത്ത് ആർക്ക് ഇത്ര പേർക്ക് ഇഷ്ടപ്പെട്ടാണ്? കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ, കൊറേ പേർക്ക് ഹെയ്റ്റാ. ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെടോ? പുറത്തെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുകയാണല്ലേ. ധൈര്യം കിട്ടി, കോൺഫിഡൻസ് കിട്ടി. വെരി ഗുഡ്. കിട്ടിയതിലൊക്കെ എനിക്ക് സന്തോഷമുള്ളൂ. ഇനിയും കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം. പ്രതികരിക്കാൻ പപ്പ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓ, മനം പപ്പാനൊക്കെ എന്താ ഒരു പുകഴ്ത്തല്. 2 ആഴ്ച മുമ്പ് അവരെ കുറ്റം പറഞ്ഞ് സിമ്പതി പിടിക്കാൻ പറ്റിയതിനെ ഒന്ന് വെളുപ്പിക്കാനാണോ? പിന്നെ പപ്പന്റെ പപ്പ പറഞ്ഞു തന്നൊരു കാര്യം ഉണ്ടായിരുന്നു. എനിക്ക് പറയുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ അധികം നേരം നിൽക്കരുത് എന്ന് പറഞ്ഞു തന്നത് എനിക്ക് ചെറുപ്പം. അവരുടെ അടുത്ത് എനിക്ക് പോയിട്ട് ഒറ്റയ്ക്ക് പോയിരുന്നു, ബാത്റൂമിൽ പോയിരുന്നു, ക്യാമറ നോക്കി സംസാരിക്കാനല്ലേ? എനിക്കറിയാം. സുഹൃത്തുണ്ട് റസ്മിൻ. അവളുടെ ഒരു ക്വാളിറ്റി വെച്ചാൽ അവിടെ ഇവിടെ ഓ, അവക്ക് ഭയങ്കര ക്വാളിറ്റിയാ. പക്ഷെ ഇപ്പൊ എനിക്ക് പറ്റുന്നുണ്ട്. വാവ്, ഒരേ പൊളി. നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയില്ല. ഇല്ല, അത് അടിപൊളി കാര്യമാണ്. ആണ് കർമ്മബലം, അതെന്തുവാ? ആത്മവിശ്വാസവും കോൺഫിഡൻസും. അല്ല നോറ, ഈ ആത്മവിശ്വാസവും കോൺഫിഡൻസും രണ്ടും സെയിം അല്ലേ? അടിപൊളിയായിട്ട് ലൈഫിനെ അടിപൊളിയാക്കി മാറ്റും. ഇത്രയും പറഞ്ഞിട്ട് നോറ കരഞ്ഞില്ല. ശരിക്കും പ്രൗഡ് തോന്നുന്നുണ്ട്, ഭയങ്കര പ്രൗഡ് തോന്നുന്നുണ്ട്. ആണോ? നന്നായി. അത് നോറ, ആ ഇനി ബിഗ് ബോസ് ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്നത്തെ പ്ലസ് എപ്പിസോഡ് ഞാനൊരു 24/7 എപ്പിസോഡായിട്ട് ടെലികാസ്റ്റ് ചെയ്യേണ്ട വരും. വേഗം നിർത്തിക്കാം. എല്ലാവിധ ആശംസകളും. അഭിഷേക്, ഈ ബിഗ് ബോസ് വീട്ടിൽ ഇനി അഭിഷേകിന്റെ സെൽഫ് മോട്ടിവേഷൻ. നിന്റെ വീട്ടുകാർ പോലും വലുതായിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അവർക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അതാ 3ാമത്തെ ആഴ്ച വന്ന് നിൽക്കുന്നു. നീ സിനിമയുടെ പുറകെ, സ്വപ്നങ്ങളുടെ പുറകെ നടന്നപ്പോ. അല്ല, എന്നിട്ട് എത്ര സിനിമയിൽ അഭിനയിച്ച്? നിന്റെ വീട്ടുകാരാണേലും സുഹൃത്തുക്കളാണേലും ഇവൻ വന്ന് കയറിയപ്പോ ഒരു ഭയങ്കര ഫാമിലി സപ്പോർട്ടാന്ന് പറഞ്ഞ് ഇപ്പൊ പറയുന്ന ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ ഇവന്റെ സ്വപ്നങ്ങളൊക്കെ ചേസ് ചെയ്തത് കൊള്ളാം. ഡബ്ബിംഗ് സ്റ്റുഡിയോ ഇറക്കി വിട്ട നിനക്ക് ഓർമ്മയുണ്ടാവും. ഇത് ദാസേട്ടൻ പറഞ്ഞതല്ലേ? സിനിമാ സ്വപ്നമായിട്ട് നടക്കുന്ന എല്ലാവർക്കും ഒരു പ്രചോദനമായി തന്നെ ഞാനത് കാണുന്നുണ്ട്. അല്ല, എനിക്കൊരു സംശയം. ബിഗ് ബോസിൽ കയറി കഴിഞ്ഞാൽ ആരെങ്കിലും സിനിമാ നടനായിട്ട് നിങ്ങളുടെ അറിവിലുണ്ടോ? സാബുച്ചേട്ടൻ ഒഴികെ സിനിമയൊക്കെ കുറച്ച് ആൾക്കാർ പിടിച്ചടക്കി വെച്ചിരിക്കുക. ഓ, വെരി ഗുഡ്. കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് നീ മുമ്പോട്ട് നടന്നതിൽ പറ്റില്ല. നെഞ്ചും വിരിച്ച് ടോപ്പ് 5 അല്ല, നെഞ്ചു വിരിച്ച്. ഇതേപോലെ നെഞ്ചു വിരിച്ചു എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നല്ലോ, നമ്മുടെ ഒടിയന്റെ സംവിധായകൻ. കപ്പടിക്കും എന്നുള്ള രീതിയിൽ നീ നിൽക്കുന്നുണ്ട്. എടാ, ആരിതൊക്കെ പറയണേ? ഇവിടെ വന്നിട്ട് നിനക്ക് 1-2 അടി കിട്ടിയെങ്കിലും പക്കയായിട്ട് നീ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് ഏത് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഒരു വൈൽഡ് കാർഡും ഇങ്ങനെ നിന്നിട്ടില്ല. വൈൽഡ് കാർഡ് എടാ, നീ അത് പറയരുത്. വൈൽഡ് കാർഡ് ആയിട്ട് കയറി റിയാസ് ഫൈനൽ വരെ നിന്ന് തേടടിച്ചതല്ലേ? ഒരിക്കലും വിന്നർ ആകില്ല എന്ന് വിന്നറാ? എപ്പായി? പ്രതികരിക്കേണ്ടടുത്ത് നീ പ്രതികരിച്ച് കാണിച്ചു കൊടുത്തു. എടാ, നീയൊക്കെ എപ്പോഴാണ് പ്രതികരിച്ച്? എനിക്ക് അറിയാൻ പാടില്ല. നീ കണ്ടിട്ടില്ല ഞാൻ എപ്പിസോഡ് എന്ന് പറഞ്ഞുതരോ? ചരിത്രത്തിൽ ആദ്യത്തെ വൈൽഡ് കാർഡ് വിന്നർ ആവുക എന്നുള്ളത് എപ്പായി നീ പറയണേ? നീ അതേപോലെ നീ ഇപ്പൊ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് വൈൽഡ് കാർഡ് വിന്നർ. ഇവൻ എന്തൊക്കെയാണ് ഈ തള്ളണേ? ഒരു ചാൻസ് കിട്ടിയെന്നും പറഞ്ഞ് ഭയങ്കര സംഭവമാണ് അതാണെന്നൊക്കെ ഇങ്ങോട്ട് തള്ള വെറുതെ. ബിഗ് ബോസ് മെറ്റീരിയൽ ആകുക.
ബാക്കി വരുന്നിടത്ത് വെച്ച്. ഒരു കുഴപ്പമില്ല. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കരഞ്ഞാൽ അവിടെ തീർന്നു, ചിരിച്ചാൽ അവിടെ തീർന്നു, ദേഷ്യപ്പെട്ടാൽ അത് നമ്മുടെ ചിൻഡോ ചേട്ടൻ നോറ ഇപ്പൊ ഭയങ്കര കമ്മി. അപ്പൊ ചിൻഡോ നോറേനോട് ചോദിക്കാണ്, എന്തിനാ നീ കരയണേ? കരഞ്ഞത് അവിടെ തീർന്നു, ചിരിച്ചത് അവിടെ തീർന്നു. അതാണ് എന്റെ ലൈഫ്. നമ്മുടെ കാര്യമുള്ള അല്ലേ? എന്താണെന്നറിയില്ല, കുറച്ച് ദിവസമായിട്ട് ചിൻഡോ ചേട്ടൻ സമാധാനത്തിന്റെ പാതയിലാണ്. അതിങ്ങനെ കേട്ടപ്പോ ഞാൻ അയ്യോ ഇതൊക്കെ ആയിരുന്നില്ല ഇങ്ങനെ. നോറയ്ക്ക് ഭയങ്കര സന്തോഷം. കാരണം നോറേനെ സെൽഫ് മോട്ടിവേഷൻ ചെയ്തപ്പോ ബിഗ് ബോസ് പറഞ്ഞു, നീ ഇപ്പൊ സൂപ്പറാണ്, അടിപൊളിയാണ്, കിടിലിനാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ സർവൈവ് ചെയ്ത് ബിഗ് ബോസ് ആരെങ്കിലും ഡീമോട്ടിവേറ്റ് ചെയ്യണം നിങ്ങൾ കേട്ടോ? ബിഗ് ബോസിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അധികം സന്തോഷമൊന്നും വേണ്ട. ഈ ആഴ്ച പെട്ടി പാക്ക് ചെയ്ത് വീട്ടിൽ പോവാം. ബാഗും പാക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് പ്രേതമായിട്ട് വന്നിരിക്കുന്നു. ബസ് ഇവരെല്ലാരും തിരിച്ച് പറഞ്ഞേച്ചോളി. ഓ വേറെന്തെങ്കിലും വേണോ? അങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ടായിരുന്നു അല്ലേ? പെട്ടി ബാക്കി നമ്മൾ പോകുന്നല്ലേ, ഇവിടെ ഒറ്റയ്ക്ക് പോകുന്നല്ലേ? യോ നോറ ബി ലൈക്ക് ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റണ ഞാൻ ചെയ്യുന്നുണ്ട്. നോറ വെറുതെ ഇരിക്കും, നോറ ചുമ്മാ ഇരിക്കും. താൻ എത്ര ആളാ? സിജോ, അഭിഷേക്, വെറുതെ അങ്ങോട്ട് കേറാ. ബിഗ് ബോസിൽ കണ്ടന്റ് എങ്കിലും ഉണ്ട്. നീയൊക്കെ കൂടി ഇവിടെ കണ്ടന്റ് ഉണ്ടാക്കിയെന്ന? നീ ഏത് കണ്ടന്റ് തന്നൊന്ന് പറഞ്ഞുതരും. അഭിഷേക് ഒരു മനുഷ്യൻ വെറുതെ ഇരിക്കുക. എടാ എല്ലാരും കൂടി നോറയുടെ അകത്തേക്ക് പറയാം, നോറ എന്താ ചെണ്ടയാ? അതിന്റെ ഇടയ്ക്കോടെ ഒരാൾ കിടന്ന് ഓടണ്. ഇതാണ് മക്കൾക്ക് ആട്ടെ കണ്ട, മക്കൾക്ക് എന്താണ് ജാസ്മിനെ പതുക്കെ ആപ്പിൾ തൊണ്ടേ കൊടുക്കും. എന്താണ് വേണ്ടത് അത് കൊണ്ടുവരുന്ന ക്യാപ്റ്റൻ. 13 വീക്ക് നോറ എന്ന ക്യാപ്റ്റനായ മതിയായിരുന്നു. അതേപ്പോ നോറ മറ്റേ സിട്രസ് എടുത്തോണ്ട് മുറിയാൻ നിൽക്കാം. അപ്പൊ ബാക്കിയുള്ളവർ പറയാ ഇത് കിട്ടണമല്ലോ. പറയാം നോറ സൂപ്പറാ, നോറ കിടിലൻ ക്യാപ്റ്റനാ, നോറേനെ ഫസ്റ്റ് തൊട്ട് ക്യാപ്റ്റൻ ആക്കണമായിരുന്നു. നോറ ഇവിടെ ഉണ്ടായില്ലായിരുന്നെങ്കിൽ അടുത്ത ആഴ്ച നോറ പോവരുത്, അടുത്ത ആഴ്ച നോറ തന്നെ ക്യാപ്റ്റൻ. നോറ ബി ലൈക്ക് പോ, സുഖിപ്പിച്ചത് മതി. ജനിക്കുകയാണെങ്കിൽ ജാസ്മിനെ പോലെ ജനിക്കണം. ജാസ്മിൻ നിങ്ങള് തമാശ പറയണത് കൊള്ളാം, എന്നെ നോക്കരുത്. അത് ഇച്ചിരി എന്നാ നോറയായിട്ട് ജനിച്ചാൽ അത്രയും വേണ്ട. അത് അത്രയും വേണോ? എന്തുവാടാ പൊരിച്ചു വെച്ചാണ്? ഇതൊക്കെ തുടക്കം 2 ദിവസം കഴിഞ്ഞ് നോറ എടുത്ത് പോകാനുള്ള ആളല്ലേ? ഓ സിജോ, ഓവർ കോൺഫിഡൻസ് അത്ര നല്ലതല്ല കേട്ടോ. 2 ദിവസം കഴിഞ്ഞ് നോറ എടുത്ത് പോകാനുള്ള ആളാന്നുള്ള ഒരു ബോധമെങ്കിലും വേണ്ട. എന്ത് പറഞ്ഞാലും നമ്മുടെ മാവൻ നോറാത്തേനെ വീട്ടിൽ വിടണമെന്നാണ് ഈ സിജോന് പറയാനുള്ളത്. എന്തായാലും കൊള്ളാം. വായ തുറന്ന ഞാൻ പോണ കാര്യം മാത്രം നിങ്ങൾക്ക് ചിന്തിക്കാൻ നേരമുള്ളൂ. നോറ ബി ലൈക്ക് ഞാൻ പോവില്ല, ബിഗ് ബോസ് എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടാലും ഞാൻ പോവില്ല. അല്ല പിന്നെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ തിരിച്ചു പോകണം, ഞാൻ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ